വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ഒരു എഗ്ഗ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനാവശ്യമായ വൈറ്റ് കളറിലുള്ള കേബേജ് എടുത്തിട്ടുണ്ട്, 3 എഗ്ഗ്, സോയാ സോസ്, കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ, ക്യാരറ്റ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അതുപോലെ ബീൻസും ക്യാപ്സിക്കവും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പയറാണ് എടുത്തിട്ടുള്ളത് ബീൻസിന് പകരം. പിന്നെ ഗ്രീൻ ചില്ലി, വൈറ്റ് ക്യാബേജ് എല്ലാം എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ സ്കൂള് ഓപ്പണിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് റൈസാണ്. ഗീയും എടുത്തിട്ടുണ്ട്. അതുപോലെ സോയാ സോസൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്ക് ഇഷ്ടമാകും, കറി ഇല്ലെങ്കിലും ഇത് പെട്ടെന്ന് ഇഷ്ടമാകും. ഇത് കുങ്കുമപ്പൂവ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതും കൂടി ഒരു കളറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഫ്രൈ പാനിൽ ഗീ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്തു. എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കുമ്പോൾ ഇവിടെ കിച്ചൺ കിങ്ങിൻ്റെ റൈസ് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിൽ ഞാൻ കുറച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് സ്മെല്ലിന് വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്ത് നന്നായിട്ട് കേബേജും ക്യാരറ്റും ഗ്രീൻ ചില്ലിയും ഒക്കെ ഫ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഗീയിൽ തന്നെ ഇട്ടാണ് ഞാനിത് ഫ്രൈ ആക്കുന്നത്. അതുപോലെ നന്നായിട്ട് എടുത്തെങ്കിലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. പിന്നെ മാഗി ക്യൂബ്സൊക്കെ ഉള്ളവർ ഇട്ട് കൊടുക്കാം. ഞാനത് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം എഗ്ഗ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എഗ്ഗും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഫ്രൈ ആക്കണം. അതിനുശേഷം സോയാ സോസ് ആഡ് ചെയ്തു. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ഈ ഒരു റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എഗ്ഗൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ റൈസ് ഇത് ഇടാൻ വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എഗ്ഗും റോസ്റ്റ് ആയിട്ടുണ്ട്. ആ റോസ്റ്റ് ആയിട്ടുള്ള എഗ്ഗിനെ നമുക്കിനി ഈ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം റൈസിലേക്ക് ഒരു എഗ്ഗും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു. എഗ്ഗ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറി ലീഫും മല്ലിയിലൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഞാനൊരു പ്ലേറ്റ് ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ് എഗ്ഗ് റൈസ്. അതുപോലെ ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല. എഗ്ഗ് റൈസ് നല്ലൊരു റൈസാണ്. കുറച്ച് തൈരെടുത്തു, പപ്പടം, അച്ചാർ. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.